അയ്യോ, ഇതിൽ വെച്ച ഫോട്ടോ എവിടെ? അയ്യോ എന്താ കിരൺ, എന്താ പറ്റിയത്? കാണുന്നില്ലേ? ശരിക്കും നോക്ക്. അമ്മയുടെ ഫോട്ടോ പേഴ്സിൽ കാണുന്നില്ല ദുർഗെ. ഈ കിരൺ നന്നായിട്ട് നോക്ക്, ഇതിൽ തന്നെ കാണും. ഇല്ല, ഫോട്ടോ ഇതിലില്ല. അപ്പോ ഫോട്ടോ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? ശരി. അയ്യോ അങ്കിളെ. അങ്കിളെ, ഞാൻ പേഴ്സിൽ തന്നെ ഫോട്ടോ വെച്ചത്, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല, പക്ഷേ സുബൈയുടെ മോനാണെന്നും പറഞ്ഞ് ഫോട്ടോയുമായി വേറൊരുത്തൻ വിളിക്കാതെ തന്നെ എന്നെ വന്ന് കണ്ടു. ആരാ വന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇയാളെപ്പോലൊരു ചെറുപ്പക്കാരനാ വന്ന് കണ്ടത്. പക്ഷേ അവന്റെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. അങ്കിൾ എന്നെ വിശ്വസിക്കണം. എന്റെ അമ്മയാ ശുഭ. അങ്കിളിനെ കാണാൻ വന്നത് ആരാണെന്നോ അയാൾക്ക് ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയില്ല. അതെ അങ്കിളെ, ഇപ്പൊ കിരണിനെ സഹായിക്കാൻ അങ്കിളിന് മാത്രമേ സാധിക്കൂ. അങ്കിൾ, വ്യക്തമായ തെളിവ് എനിക്ക് കിട്ടാതെ ഞാൻ ഒരു സത്യവും ആരോടും പറയില്ല. എങ്ങനെ അങ്കിളിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നതാണ് സത്യം. അതിന് വേറെ എന്ത് തെളിവേണേലും തരാം. ഇതിപ്പോ പെട്ടുപോയത് ഞാനാണല്ലോ. വെറുതെ ഒരു കരിക്ക് കുടിക്കാൻ കഴിയ എനിക്ക് കിട്ടിയ പണി കണ്ടില്ലേ? അങ്കിളെ, അങ്കിളെ, അങ്കിൾ വിചാരിച്ച മാത്രമേ കിരണിന് അച്ഛന്റെ സ്നേഹവും കരുതലും ലഭിക്കൂ. അങ്കിൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. തൽക്കാലം നിങ്ങളിപ്പോ ചെല്ല്, ഞാനത് അന്വേഷിക്കട്ടെ. യഥാർത്ഥത്തിൽ ആരാണ് ശുഭയുടെ മോനെന്ന് ബോധ്യപ്പെട്ടിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. അങ്കിൾ പ്ലീസ്. നിങ്ങൾ ചെല്ല്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കടയിൽ ആരുമില്ല. ചെല്ല് ചെല്ല്. അങ്കിളെ ഒന്ന്, കിരൺ വാ. അങ്കിൾ, അങ്കിൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. വാ. എന്നാലും ആ ഫോട്ടോ എടുത്തത് ആരായിരിക്കും? ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഫോട്ടോ എടുത്തതും ഇവിടെ വന്ന അങ്കിളിനെ കണ്ടതും പൃഥ്വി തന്നെയായിരിക്കും. എന്റെ സംശയവും പൃഥ്വി തന്നെയാ. നമ്മളന്ന് അങ്കിളിനെ കണ്ടിട്ട് പോകുമ്പോ പൃഥ്വി നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കിരൺ, പൃഥ്വിയുടെ കാറല്ലേ നമ്മുടെ പുറകെ വരുന്നേ? അപ്പോ നമ്മൾ അങ്കിളിനോട് സംസാരിച്ചത് മുഴുവൻ പൃഥ്വി കേട്ടിട്ടുണ്ട്. അതെ, എന്റെ അച്ഛൻ ആരാണെന്ന സത്യം അറിയാമെന്ന് ഈ അങ്കിള് പറയുന്നത് കേട്ടിട്ടാ അതറിയാൻ പൃഥ്വി എന്റെ അമ്മയുടെ ഫോട്ടോയുമായിട്ട് വന്നത്. തൽക്കാലം നമ്മൾ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നതാ നല്ലത്. വ്യക്തമായ തെളിവുകൾ പൃഥ്വിക്കെതിരെ കണ്ടെത്തിയിട്ട് വേണം അവനെ അടിയോടെ തകർക്കാൻ. എന്റെ അമ്മയുടേതായി അവസാനിക്കുന്ന ഓർമ്മയാണ് ആ ഫോട്ടോ.